കണ്ണിന് പരിക്കേറ്റ പാലക്കാട്ടെ ചുരുളിക്കൊമ്പനെ പിടികൂടി ചികിത്സ നൽകാനുള്ള ദൗത്യം ഒരാഴ്ചയ്ക്കുള്ളിൽ നടത്താൻ വനം വകുപ്പ് തീരുമാനിച്ചു. കഴിഞ്ഞ ദിവസമാണ് വനം മന്ത്രി ആനയെ മയക്കുവെടിവെച്ച് പിടികൂടി ചികിത്സ നൽകാൻ അനുമതി നൽകിയത്. വിവരങ്ങളുമായി അജിത് ബാബു ചേരുകയാണ്. അജിത് ബാബു, അജിത്ത്, ഏത് സാഹചര്യത്തിലാണ് ഈ ചുരുളിക്കൊമ്പനെ പിടികൂടി ചികിത്സ നൽകുവാനുള്ള ഒരു തീരുമാനം വനംവകുപ്പിന്റെ? ലക്ഷ്മിപത്മ, കണ്ണിനാണ് ഈ ആനയുടെ പരിക്കേറ്റിട്ടുള്ളത്. അത് ഏത് തരത്തിലുള്ള പരിക്കാണെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. നിരവധിയായിട്ടുള്ള സാഹചര്യങ്ങളിൽ പരിശോധിച്ചപ്പോഴൊക്കെ അത് കൃത്യമായി എങ്ങനെയാണ് ഈ പരിക്ക് പറ്റിയത്, അല്ലെങ്കിൽ എന്താണ് പരിക്കിന്റെ സ്വഭാവം എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ, കാഴ്ചക്കുറവാണോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ ഇതുവരെ മനസ്സിലായിട്ടില്ല. അതുകൊണ്ടാണ് ഈ ആന ഇപ്പോൾ അനഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. നേരത്തെ തന്നെ നമ്മളിതിന് ദൃശ്യങ്ങൾ ഉൾപ്പെടെ, ഈ കാണുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ ആന ഇത്തരത്തിൽ പല സ്ഥലങ്ങളിലൂടെ അലഞ്ഞു നടക്കുന്നതാണ്, വനപ്രദേശത്തിലൂടെ അലഞ്ഞു നടക്കുന്ന ദൃശ്യങ്ങളാണ് ഉള്ളത്. ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട്. RRT സംഘം എപ്പോഴും ആനയെ നിരീക്ഷിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. ചികിത്സയുടെ ഭാഗമായിട്ടുള്ള മരുന്ന് കലർത്തിയ പഴങ്ങൾ ഉൾപ്പെടെ ആന കഴിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും ഫലപ്രദമാകുന്നില്ല എന്നതുകൂടിയാണ് ആനയെ പിടികൂടി ചികിത്സിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്. നിലവിൽ ഈ മലമ്പുഴ, പന്നിമട, മാന്തുരുത്തി പ്രദേശങ്ങളിലാണ് ആന ഉള്ളത്. ഈ മലയുടെയൊക്കെ ഭാഗത്തായിട്ടാണ് ആന നിലനിൽക്കുന്ന സാഹചര്യമുള്ളത്. ഏതാണെങ്കിലും ആനയെ പിടികൂടി ചികിത്സ നൽകാനുള്ള നടപടികൾ ഒരാഴ്ചക്കുള്ളിൽ പൂർത്തിയാക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. PT5 എന്ന് പേരുള്ള ചുരുളിക്കൊമ്പൻ എന്ന് വിളിക്കുന്ന ആനയാണ്. ഈ ആന ജനവാസ മേഖലയിൽ ഉൾപ്പെടെ എത്തി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതുമായി ബന്ധപ്പെട്ട ധാരാളം വാർത്തകൾ ഉൾപ്പെടെ വന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ആന ജനവാസ മേഖലയിലല്ല, പൂർണ്ണമായും വനം പ്രദേശത്താണ് ഉള്ളത്. പക്ഷേ ആനയുടെ ഈ കാഴ്ച സംബന്ധമായ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് റോഡിനോട് സമീപത്ത്, നമുക്കറിയാം, ഈ പ്രത്യേകിച്ച് ഈ റോഡ് ക്രോസ് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിരന്തരം ഉണ്ടാകുന്ന ഒരു പ്രദേശം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളെല്ലാം പരിശോധിച്ചുകൊണ്ടാണ് ഇപ്പൊ ആനയെ പിടികൂടി ചികിത്സ നൽകാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്. അജിത് ബാബു പാലക്കാട് നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്.